നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, എന്തായാലും കുറുവാ സംഘം ഉണ്ട് എന്നുള്ള ഒരു തർക്കമില്ല. പക്ഷേ കുറുവാ സംഘത്തിന്റെ ക്രെഡിറ്റിൽ പ്രാദേശിക മോഷ്ടാക്കൾ കൂടി കുറുവകളായി അഭിനയിക്കുന്നു എന്ന പോലീസിന് സംശയമുണ്ടോ? തീർച്ചയായും ഹാഷ്മി, അത്തരം സംശയങ്ങൾ എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ ഹാഷ്മിക്കും ക്രിസ്റ്റീനക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ രാത്രി ഏറെ നാടകീയമായ സംഭവങ്ങൾ നടന്ന സ്ഥലത്താണ്. ഇന്നലെ കുണ്ടന്നൂരിൽ വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഒരു പ്രതി രക്ഷപ്പെട്ടുപോയി. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ ശേഷമാണ് പ്രതിയെ പോലീസിനെ എന്തായാലും പിടികൂടാൻ സാധിച്ചത്. ഇയാൾ കുറുവാ സംഘത്തിൽപ്പെട്ട ആൾ തന്നെയാണോ എന്ന ഒരു സംശയത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു സ്ഥിരീകരണം വൈകാതെ ഉണ്ടാകും. ഈ പ്രദേശത്ത് വെച്ചാണ് ഇന്നലെ പിന്നീട് പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. 4 മണിക്കൂർ തെരച്ചിൽ നടത്തിയ ശേഷമാണ് ഇയാളെ പിടികൂടിയത്. ഇവിടെ നിന്ന്, അതായത് പ്രതിയുടെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടതിന് പിന്നാലെ ഈ പരിസരമാകെ പോലീസ് പരിശോധിച്ചിരുന്നു. ഒരുപക്ഷെ രാത്രി നമുക്കതിന്റെ ഈ ദൃശ്യങ്ങൾ ഏത് തരത്തിലാണ് പോലീസിന്റെ ആ ഒരു ദൗത്യമെന്ന് നമുക്ക് കാണിക്കാൻ സാധിച്ചില്ല. ഇത്രയും ദുഷ്കരമായ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു പോലീസ് ഇന്നലെ രാത്രി അരിച്ചു പെറുക്കിയത്. ഇതെല്ലാം ചതുപ്പാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും ഒളിക്കാം. ഒളിച്ചാൽ പോലും ഒരു വിധത്തിലും പോലീസ് അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശമാകെ തിരച്ചിൽ നടത്തിയ ശേഷമാണ് പിന്നീട് പോലീസിനെ ഇയാളെ പിടികൂടാൻ സാധിച്ചത്. സന്തോഷ് സെൽവത്തെ അതിനുശേഷം രാത്രി തന്നെ പിന്നീട് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി. ആ ആളൊഴിഞ്ഞ കെട്ടിടത്തിലടക്കം ഇന്നലെ പോലീസ് രാത്രി വേറെ വൈകിയും പരിശോധന നടത്തി. അതിനുശേഷം പിന്നീട് ഫയർഫോഴ്സിന്റെ സഹായവും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാവിധ സഹായത്തോടുകൂടി തെരച്ചിൽ നടത്തിയ ശേഷമാണ് 4 മണിക്കൂർ തെരച്ചിൽ നടത്തിയതിനു ശേഷം പിന്നീട് ഇവിടെ വെച്ച് പോലീസിനെ ഒടുവിൽ പിടികൂടാൻ സാധിച്ചു. എന്തായാലും ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ കുറുവാ സംഘത്തിന്റെ പേരിൽ കുറുവാ സംഘത്തെ അനുകരിച്ച് മറ്റുള്ളവർ ഈ ഒരു ഘട്ടത്തിൽ കവർച്ച നടത്താനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. അത്തരമൊരു സാധ്യത തന്നെയാണ് ഒരുപക്ഷെ വടക്കൻ പറവൂരിൽ ഉണ്ടായതെന്ന സംശയത്തിലാണ് പോലീസ്. ആ ഒരു സംശയത്തിലൂടെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ കുറുവാ സംഘത്തെ പൂർണ്ണമായും ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും വിശ്വസിക്കുന്നില്ല. എന്തായാലും സ്ഥലത്തെ CCTV അടക്കം കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതാണ്ട് 10 വീടുകൾ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ പോലീസ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം മിനിമം DYSP കഴിഞ്ഞ നൽകിയിരുന്നു. ആ ജാഗ്രതാ നിർദ്ദേശത്തിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നാട്ടിൽ കുറുവാ സംഘം ഉണ്ടോ എന്ന സംശയത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ആളുകൾ വലിയ ആശങ്കയിലാണ്. അതുകൊണ്ട് ജാഗ്രതയിലൂടെ മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും രാത്രിയിൽ ഏതെങ്കിലും തരത്തിലൊരു അസ്വാഭാവികമായ ശബ്ദം കേട്ടാലൊന്നും ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശമടക്കം പോലീസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവികമായ ശബ്ദമോ അല്ലെങ്കിൽ മറ്റ് സാന്നിധ്യമോ കണ്ടാൽ ഉടനെ പോലീസിനെ അറിയിക്കണം എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. എന്തായാലും വടക്കൻ പറവൂരിൽ കുറുവാ സംഘം ആണോ എന്ന കാര്യത്തിൽ പോലീസ് വൈകാതെ അതിലൊരു അന്തിമ തീരുമാനമെത്തും. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ കുറുവാ സംഘത്തെ അനുകരിച്ച് നടത്തുന്ന കവർച്ചയാണോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഹാഷ്മി, നിതിനാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്. അപ്പൊ കള്ളം കുറുവകൾ പുറത്തുണ്ട്, സൂക്ഷിക്കണമെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. പോലീസ് എന്തായാലും പിന്നാലെയുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ്. ഇന്നലെ നിതിൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ രാവിലെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അപ്പൊ മെസ്സേജ് ഇടുമ്പോൾ പുള്ളി അബദ്ധത്തിൽ പറഞ്ഞു ഞാൻ കുറുവാ സംഘത്തെ പിടിച്ചു, അതുകൊണ്ട് രാവിലെ വരില്ല എന്ന്. പിന്നെ പറഞ്ഞു ഒരു കയ്യബദ്ധം നാറ്റിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ നാറ്റിക്കാതെ നമുക്ക് രക്ഷയില്ലല്ലോ. ഇവിടെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ്. അവിടെ ഒരു ചേട്ടൻ ഒരു തുണി പോലൊരു സാധനം കൊണ്ട് കറക്കി കുറെ സമയത്ത് നല്ല ഗംഭീരയുടെ അഭ്യാസം കാണിക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഈ പുള്ളി അങ്ങ് എറിഞ്ഞ് അയ്യോ അത് ഇല്ല സിനിമയ്ക്കകത്ത് ഇതെന്നാ ഒരു ഇതാ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ വീഴുന്ന പോലെ ആ പുള്ളി ആണെങ്കിൽ ബൈ ഒന്ന് കാണിക്കോ ഇതാണ്ട് അവിടെ കണ്ടോ. അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാട്ടൊക്കെ ഇട്ട് ഈ തുണിയൊക്കെ ഇട്ട് കറക്കിയുള്ള പരിപാടിയാണ് സാധനം കേട്ടോ. ഡാൻസറാണ്, കണ്ടംപററി ഡാൻസറാണ് കേട്ടോ. അപ്പോൾ ഒരു ഡാൻസറാണോ അല്ലേ? ഡാൻസറാണോ അല്ലേ? ഡാൻസറാണോ? ഡാൻസ് കളിക്കും. ഓക്കെ പൊളി അപ്പോൾ നമുക്കറിയാം ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ ഡാൻസർമാരുടെയും കലാകാരന്മാരുടെയും ഒരു ഹബ്ബ് കൂടിയാണ്. അപ്പോൾ അതിലൊരു കലാകാരനാണ് നമ്മുടെ പ്രേക്ഷകർ നമ്മോടൊപ്പം കട്ടയ്ക്ക് കൂടെയുണ്ട്. അപ്പൊ ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. മാത്യു ചിറ്റയം, അബ്ദുൽ ഹമീദ്, മുനീർ CHM, അനു, മുഹമ്മദ്, പിന്നെ സജീവ് ശ്രീരാജ, അശ്വിനം, അബ്ദുൽ ഹമീദ്,
മിനി ബാബു, ഇവരൊക്കെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ, ഏഞ്ചൽ മരിയ, ഇവര് എല്ലാവർക്കും വെരി 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 ഗുഡ് മോർണിംഗ്. ഇവിടെ സൗമ്യ ചോദിക്കുന്നുണ്ട്, ഹാഷ്മി എവിടെയാണ് ഇന്നലെ കണ്ടില്ലോ? ഇന്നലെ നമ്മുടെ ജനകീയ കോടതി ഒരു ഷൂട്ടായിരുന്നു. ജനകീയ കോടതിയിൽ നിന്ന് വരുന്ന ആരാണെന്നറിയോ? ഇന്ന് വരുന്നത് നമ്മുടെ കളക്ടർ ബ്രോ എൻ പ്രശാന്ത് IAS ഇന്ന് വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 7:30 നമ്മുടെ ജനകീയ കോടതി. സസ്പെൻഷന് ശേഷമുള്ള ആദ്യ കാര്യങ്ങൾ വിശദമായി ഇരുന്ന് കാര്യങ്ങൾ പറയാനാണ്. സസ്പെൻഷന് ശേഷം വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഒരുപാട് സസ്പെൻസ് ഉണ്ട് അല്ലേ? ഒരുപാട് സസ്പെൻഷൻ, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ പ്രശാന്ത് ബ്രോ IAS അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ, സസ്പെൻഷൻ, ഈ പറഞ്ഞ സിവിൽ സർവീസിനകത്തുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹം എന്തുകൊണ്ട് ഈ പറഞ്ഞ കമന്റുകളൊക്കെ നടത്തി എന്നൊക്കെയാണ് വളരെ വിശദമായി പറഞ്ഞത്. ജനകീയ കോടതി വൈകിട്ട് 7:30 ഇന്നലായിരുന്നു എന്റെ ഷൂട്ട്, അതുകൊണ്ടാണ് ഇന്നലെ ഉണ്ടാവുന്നത്. കളക്ടർ ബ്രോ എന്താണ് പറയുന്നത്, എന്തൊക്കെ വെളിപ്പെടുത്തലുണ്ടാകും ഇന്ന് വൈകുന്നേരം കാണുക 7:30. ഇന്ന് വൈകുന്നേരം 7:30.